മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദു ധർമ്മം, സനാതനധർമ്മം പഠിപ്പിക്കാനായിട്ട് തയ്യാറാകുന്ന സംഘടനകളോടും വ്യക്തികളോടും പറയേണ്ടായിരുന്നു. എന്താ പറഞ്ഞറിയൂ? എങ്ങനെയാണ് ഭാരതീയ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതായത് കഥകളിലൂടെ ജീവിത സന്ദേശം തരുന്ന പുരാണങ്ങൾ, അതിലൊരു 10-25 കഥകൾ പഠിപ്പിക്കണം. കഥകളും അനുഭവങ്ങളും ചേർത്ത് ജീവിത സന്ദേശങ്ങൾ നൽകുന്ന മഹാഭാരതം. പക്ഷി മൃഗാദികളുടെ കഥകളാണ് മഹാഭാരതത്തിലുള്ളത്. പിന്നെ പാണ്ഡവരും കൗരവരുമായിട്ട് ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ. ആ കഥകൾ ഒരു 10-25 കഥകളും ജീവിതാനുഭവങ്ങളിൽ ഒരു 10-25 ജീവിതാനുഭവങ്ങളും രണ്ടാമത്തെ ലെവല്, പുരാണത്തിൻ്റെ ലെവല്, മഹാഭാരതത്തിൻ്റെ ലെവല്. അതിൻ്റെ മുകളിലേക്ക് പോയ കഥകളും അതുപോലെ തന്നെ ഉള്ളതും ഇല്ലാതെ വാൽമീകി രാമായണം ജീവിതാനുഭവങ്ങൾ മാത്രം, ശ്രീരാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ മാത്രമായിട്ടുള്ളതാണ്. അതിൽ 10, 20, 25 ജീവിതാനുഭവങ്ങൾ രാമായണത്തിൽ നിന്ന് പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാം, അങ്ങനെ പഠിപ്പിച്ചാൽ മതി. നാലാമത്തെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ വേദത്തിൻ്റെ ലെവല്. ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ ഈ ലെവലുള്ളൂ, മറ്റുള്ളതിലൊക്കെ ഒരു പുസ്തകമേ ഉള്ളൂ. അതിൽ സന്ദേശങ്ങൾ മാത്രമുള്ളത്. അഞ്ചാമത്തെ ലെവലിലേക്ക് നമ്മൾ ഉയർന്നാൽ ഉപനിഷത്തുക്കൾ. എല്ലാ ഉപനിഷത്തുക്കളും അല്ല, ദശോപനിഷത്ത് അല്ലെങ്കിൽ അഷ്ടാദശോപനിഷത്ത്, 10 ഉപനിഷത്ത് അല്ലെങ്കിൽ 18 ഉപനിഷത്തുക്കൾ. ഇങ്ങനെ 5 ലെവലിലാണ് ഗ്രന്ഥങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ആചാരങ്ങളുടെ 8 പോയിന്റ് പറഞ്ഞു. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ കുറേ എക്സാമ്പിൾ പറഞ്ഞു. ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, അങ്ങനെ വേണം പഠിപ്പിക്കാൻ. അതിൽ ആത്മീയത, സിൻസിയറിറ്റിയും ഡിവോഷനും ഡെഡിക്കേഷനും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് കൂടി മറക്കരുത്. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള ചൈതന്യവൽക്കരണത്തിനുള്ള ആചാരങ്ങൾ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനുള്ള ആചാരങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങൾ. ഇങ്ങനെ 6 രീതിയിൽ വേണം പഠിപ്പിക്കാൻ. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം. ഇത് കഴിഞ്ഞിട്ട് 2 കൂടി പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, അനാചാരങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, കള്ള് നിവേദിക്കുക, കോഴി ഇറക്കുക, ആടിനിറക്കുക, അശ്ലീലപ്പാട്ട്, അങ്ങനെ പറയേണ്ട ദുരാചാരങ്ങൾ. അപ്പൊ ഗ്രന്ഥങ്ങൾ 5 ലെവല്, ആചാരങ്ങളും 5 ലെവലാണ്. പക്ഷെ സംസ്കാരവും സമൂഹവും മാറ്റിയാൽ 6+2. 2 എന്ന് വെച്ചാൽ അനാചാരം, ദുരാചാരം. ഇനി ഈശ്വര സങ്കല്പം പഠിപ്പിക്കണം. ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം, എന്നാൽ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ക്ഷേത്രത്തിൻ്റെ ലെവലിലുള്ള ഈശ്വര സങ്കല്പം, അത് സാമൂഹികമായിട്ടുള്ള ഐക്യത്തിന്, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന്, സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാനത്തിന്, കുടുംബ ബന്ധം ദൃഢമാക്കാനാണ്. ഇതൊക്കെയാണ് ഗ്രാമക്ഷേത്രം, കുടുംബക്ഷേത്രം, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തീർത്ഥാടനങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ ലെവലിൽ, സാധാരണക്കാരൻ്റെ ലെവലിലുള്ള ആത്മീയത. അടുത്ത ലെവലിലേക്ക് കയറിയാൽ ഒരു വ്യക്തി തന്നെ അവതാരമായി മാറുന്ന ആത്മീയത. എല്ലാ മണ്ഡലത്തിലും അവതാരങ്ങളുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രമണ്ഡലത്തിലെ അവതാരമാണ്. ഡോക്ടർ CV രാമൻ, ഡോക്ടർ JC ബോസ് ശാസ്ത്രമണ്ഡലത്തിലെ അവതാരങ്ങളാണ്. ബാലമുരളീകൃഷ്ണ, ഗാനഗന്ധർവൻ KJ യേശുദാസ് സംഗീതമണ്ഡലത്തിലെ അവതാരങ്ങളാണ്. അതേപോലെ തന്നെ രാജനൈതിക മണ്ഡലത്തിൽ മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരെല്ലാവരും പൊളിറ്റിക്കൽ ഫീൽഡിലെ അവതാരങ്ങളാണ്. ആത്മീയ മണ്ഡലത്തിലെ അവതാരങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യർ, രമണ മഹർഷി, രാമകൃഷ്ണ പരമഹംസർ, മാതാമൃതാനന്ദമയി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികള്, അങ്ങനെ കുറേ പേരുണ്ട്. ഇതേപോലെയാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും. മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയ മണ്ഡലത്തിലെ അവതാരങ്ങൾ. ഇത് 2ാമത്തെ ലെവല്. ക്ഷേത്രത്തിൻ്റെ ലെവൽ 1, അതിൻ്റെ ഉയർന്നു കഴിഞ്ഞാൽ അവതാരത്തിൻ്റെ ലെവൽ. 3ാമത്തെ ലെവലിൽ അറിവിൻ്റെ ലെവലാണ് ആത്മീയത. ത്രിശക്തി, ത്രിമൂർത്തി സങ്കല്പങ്ങൾ, സൃഷ്ടിസ്ഥിതി സംഹാരം ഇതിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി നമ്മുടെ ശരീരത്തിലുമുണ്ട്, മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിലുമുണ്ട്. അതൊന്ന് പഠിച്ച് സയൻസ് ഉപയോഗിച്ചിട്ടോ ആത്മീയത ഉപയോഗിച്ചോ പഠിക്കുന്ന 3ാമത്തെ ലെവല്.
നാലാമത്തെ ലെവലിലേക്ക് മാറിയാൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്ന ലെവല്. പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് കാണാം. കോസ്മിക് ഫോം ഓഫ് ഡിവിനിറ്റി. ആസ് ഈസ് ദ മൈക്രോകോസം, സോ ഈസ് ദ മാക്രോകോസം. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി, സോ ഈസ് ദ കോസ്മിക് ബോഡി. അങ്ങനെ പറയുന്ന നാലാമത്തെ ലെവലിലുള്ള ഈശ്വര സങ്കല്പം അങ്ങനെ പഠിപ്പിക്കണം. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്, ശാന്താകാരം ഭുജഗശയനം എന്നുള്ളതിലുണ്ട്. ശരിക്കും ദേവീ സങ്കല്പത്തില് ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞേ നമഃ, ശ്രീമത് സിംഹാസനേശ്വരീ നമഃ, ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമദ്യത ഉദ്യദ്ഭാന സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ വാചാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായ ഗാന്ധിചാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പക ശോകമന്നാഗസൗഗന്ധികല. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റാണ്. വിഷ്ണു സഹസ്രനാമത്തിലുണ്ട് വിശ്വം വിഷ്ണു ഷഡ്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതഗ്രത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷിക്ഷേത്രജ്ഞം. ഇങ്ങനെയുള്ള പ്രപഞ്ച പുരുഷ സങ്കല്പത്തെ വിവരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്മരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമുണ്ട്. അത് നാലാമത്തെ ലെവൽ. ഇപ്പൊ ക്ഷേത്രത്തിന്റെ ലെവല്, അവതാരത്തിന്റെ ലെവല്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, പ്രപഞ്ചപുരുഷ സങ്കല്പത്തിന്റെ ലെവല്, ഏറ്റവും മുകളില് ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മ. ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മത്തിന്റെ ലെവലിലുള്ള ആത്മീയത. അങ്ങനെ ഒരു ആത്മീയത പഠിപ്പിച്ചു നോക്കാം. വിഷയത്തിന് ദാരിദ്ര്യമില്ല. നമുക്ക് നീട്ടി വലിച്ചു പഠിപ്പിക്കാം. കഥാരൂപത്തിലും വിവരണ രൂപത്തിലും മുമ്പിലിരിക്കുന്ന വ്യക്തികളുടെ, ശ്രോതാക്കളുടെ ലെവലനുസരിച്ച് നമുക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഏത് കാര്യം പഠിപ്പിക്കുമ്പോഴും ക്ലാസിഫൈ ചെയ്ത് പഠിപ്പിക്കണം. ക്ലാസിഫൈ ചെയ്ത് പഠിപ്പിച്ചാൽ പഠിക്കുന്നവർക്ക് എളുപ്പമുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം പഠിപ്പിക്കുകയാണെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 15 ശ്ലോകം പഠിപ്പിക്കാം. എല്ലാം പഠിപ്പിക്കാൻ നിൽക്കണ്ട. നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനമുള്ളത്. 2-ാം അധ്യായം ജ്ഞാനയോഗമാണെങ്കിൽ ഒരു 10-15 പഠിപ്പിക്കാം. അങ്ങനെ സെലക്റ്റഡ് ആയിട്ട് പഠിപ്പിച്ചു കഴിയുമ്പോഴാണ് പഠിക്കുന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക. അങ്ങനെ വേണം പഠിപ്പിക്കാൻ. ഇപ്പൊ ഗ്രന്ഥങ്ങളുടെ 5 ക്ലാസ്, ആചാരങ്ങളുടെ 6+2 ക്ലാസ്, ഈശ്വര സങ്കല്പത്തിന്റെ 5 ക്ലാസ്, ക്ഷേത്രം, അവതാരം, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പം, അതിൻ്റെ മുകളിലേക്ക് പോയാൽ പ്രപഞ്ചപുരുഷ സങ്കല്പം, അതിൻ്റെ മുകളിലേക്ക് പോയാൽ ജീവാത്മ, പരമാത്മ, പരബ്രഹ്മ സങ്കല്പത്തിലുള്ള ഈശ്വര സങ്കല്പം. അങ്ങനെ പഠിപ്പിച്ചു നോക്കൂ. ആത്മീയത കുറച്ച് ചേർക്കുക, ബാക്കി മുഴുവൻ സയൻസ് ചേർത്ത് വരിക്കുക. നന്നായിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ പ്രഭാഷണത്തിലൊക്കെ 10,000-കണക്കിന് യുവാക്കൾ വരാനുള്ള കാരണം ക്ലാസിഫൈ ചെയ്ത് സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.